അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത്. രമണി ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് ചേച്ചി. ആ മോള് എഴുന്നേറ്റ്. ഇന്നെന്താ ചേച്ചി രാവിലെ കഴിക്കാൻ? പുട്ടും കടലക്കറിയോ? ആദ്യ കുഞ്ഞിൻ്റെ ഫേവറേറ്റാ. ആണോ? എങ്കിൽ ഞാനും ഉണ്ടാക്കാം. വേണ്ട കുഞ്ഞ്, ആദ്യ കുഞ്ഞ് അറിഞ്ഞ എൻ്റെ പണി പോകും. ദയവായിട്ടൊന്നും പറയില്ല ചേച്ചി പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. ശരി ശരി, ഇതാ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ശരി ചേച്ചി. ഉച്ചക്കത്തേക്കുള്ള ചേച്ചി തയ്യാറായിക്കോ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാം. പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ടുപാത്രത്തിലേക്ക് കുത്തിയിടാൻ നേരമാണ് പിന്നിലൂടെ ഒരു കൈ വന്ന് വയറിലൂടെ ചുറ്റിപ്പിടിച്ച്. ദേവേട്ടാ. അവളുടെ തോളിൽ താടി മുട്ടിച്ച മോളി. ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ, മാറിക്കേ. ചേച്ചി ഇവിടെ ഇല്ലടി, സ്റ്റോർ റൂമിലാ. ആരെങ്കിലും കാണും. കണ്ടാലെന്താ, എൻ്റെ പെണ്ണിനല്ലേ കെട്ടിപ്പിടിച്ചേക്കുന്നത്. ഇന്ന് പുട്ടാണോ? ദേവന് പുട്ടിഷ്ടാണെന്നാ ചേച്ചി പറഞ്ഞു. ഇതൊക്കെ ചേച്ചി ചെയ്യില്ലേ ദേവ? എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് ദേവേട്ട, വേണ്ടാന്ന് പറയില്ല പ്ലീസ്. ആ ശരി ശരി. എന്താ അത് ഇവിടെ? പിന്നിൽ നിന്നുള്ള വൈഷ്ണവിയുടെ ശബ്ദത്തിൽ നന്ദ പെട്ടെന്ന് ഞെട്ടി. ചുമ്മാ എൻ്റെ ഭാര്യയെ കാണാൻ വന്നാ? ഇത്രയും നേരം അവൾ നിന്റെ കൂടെ അല്ലായിരുന്നു? വൈഷ്ണവിയുടെ സ്വരത്തിൽ നീരസം കലർന്നു. അതിന് എനിക്കിപ്പോൾ കാണാൻ തോന്നി, അതുകൊണ്ട് വന്നു. അമ്മ ഇപ്പോൾ തനി അമ്മായിയമ്മയുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി എൻ്റെ അമ്മക്കുട്ടിക്ക്? വൈഷ്ണവിയുടെ തോളിൽ കൂടി ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല, നീ ഇവിടുന്ന് കറങ്ങാതെ പോകാൻ നോക്കി. വൈഷ്ണവി പറഞ്ഞു. അവൻ നന്ദയെ നോക്കി കൺസിമി കാണിച്ചിട്ട് പോയി. ഇവിടെ നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമേ താമസിക്കുന്നുള്ളത് ഓർക്കണം. ആദ്യം പോയതും വൈഷ്ണവി താക്കിയതോടെ പറഞ്ഞു. നന്ദൊന്ന് മൂളി. നന്ദക്ക് നല്ല വിഷമം വന്നു. ഇന്നലെ മുതൽ അമ്മ ഒരു ശത്രുതയോടെയാണ് പെരുമാറുന്നത്. പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് കാരണം അവൾക്ക് മനസ്സിലായില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ മുറുകെ അടച്ച് തുറന്നു. എൻ്റെ കുഞ്ഞു സുപ്പോട്ടല്ലേ? ആദിയുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി. ഒരു ചെറു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ മുട്ടിട്ടു. കണ്ണീരിനെ ഒഴുക്കാതെ അവൾ ജോലിയിലായി ഏർപ്പെട്ടു. ഇന്ന് നന്ദമോളാണോ കടലക്കറി വെച്ചത്? അതേ മുത്തശ്ശി, നന്നായിട്ടുണ്ട്. അതിന് മറുപടിയായി നന്ദ ഒന്ന് പുഞ്ചിരിച്ചു. പൂജയും വൈഷ്ണവി ഒഴികെ എല്ലാവരും അതേ അഭിപ്രായം പറഞ്ഞു. നന്ദ ഡൈനിങ് ടേബിളുള്ള ചെയറിലായി ഇരുന്ന് പുട്ടിലേക്ക് കടലക്കറി ഒഴിച്ചു. ആദിക്ക് നേരെ നീട്ടി. നന്ദയാണ് ആദിക്ക് വാരി കൊടുക്കുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വാരി കൊടുക്കാൻ അവൾക്ക് ആദ്യമൊക്കെ മടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ലാതെയായി. എന്താണ് ആദി നിന്റെ കയ്യിൽ പ്ലാസ്റ്റിക് എടുക്കുന്നത്? എല്ലാവരും ആഹാരം കഴിക്കാതിരുന്ന നേരത്ത് വൈഷ്ണവി ചോദിച്ചു. ഒരു 4 days കഴിഞ്ഞാൽ മാറ്റാം. അതിന് വൈഷ്ണവി ഒന്ന് അമർത്തി മൂളി. എങ്കിൽ 5ാമത്തെ ദിവസം നന്ദമോളെ കൂട്ടി മോളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വാ. ശരി മുത്തശ്ശ. ഈ വൈഷ്ണവി ആൻറ്റിയുടെ മനസ്സിലെന്താ? ആദ്യം നന്ദ ഇപ്പോഴും അടയും ശർക്കരയായിട്ട് ഇരിക്കുവാണല്ലോ. പൂജ നെടുവീർപ്പോടെ ആലോചിച്ച് പുട്ട് വായിലേക്ക് വെച്ച്. പെണ്ണിനെന്തായാലും നല്ല കൈപ്പുണ്യം. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റതും ആദ്യം നന്ദ അവിടെ തന്നെ ഇരുന്നു. ദേവേട്ട അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ, ഇഷ്ടമായി കാണില്ലേ? മനസ്സിലായി ആലോചിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ദേവ? അവളുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി വായിലാക്കി അവൻ ചോദിച്ചു. ദേവേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ? എന്ത്? പുട്ടും കടലക്കറി. എൻ്റെ പെണ്ണ് തരുന്ന എന്തും എനിക്കിഷ്ടമാണ്. അതിപ്പോൾ വിഷമായ പോലും. നിന്റെ കൈ കൊണ്ടാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ്. അവളുടെ കൈ നാവുകൊണ്ട് വടിച്ചുകൊണ്ടാവും പറഞ്ഞത്. അവളുടെ മേലാകെ കുളിരി കോരി. ദേവ, ഞാൻ ഹോസ്പിറ്റൽ വരെ പോയിട്ട് ഉടനെ വരാം. ഉച്ചക്ക് മുന്നേ എത്തില്ലേ? ആ വരാൻ പെണ്ണേ. വാങ്ങിക്കോട്ടു. ഡൈനിങ് ടേബിളിൽ നിന്ന് പുട്ടുകുത്തി കയറ്റുന്ന സഞ്ജയ് നോക്കി ആദ്യം പറഞ്ഞു. അവിടെ വെയിറ്റ് ചെയ്യണം, ഞാനൊന്ന് കഴിച്ചോട്ടെ. സഞ്ജയ് പറഞ്ഞു. ആദ്യ ഹാളിൽ സെറ്റിലായിരുന്നു. തിരിച്ചു പോകാൻ നന്ദയെ പിടിച്ചു വലിച്ച് സെറ്റിയിലേക്ക് ഇട്ടു. പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നവളെ അവൻ അടക്കി പിടിച്ചു. സഞ്ജയ് കഴിച്ചു വന്നു. ആദ്യം അവിടുന്ന് എഴുന്നേറ്റു. ഞാൻ ലേറ്റ് ആണെങ്കിൽ വിളിച്ചു വരാം, എന്നെ കാത്തിരിക്കണം. സമയത്ത് ആഹാരം കഴിച്ചോളാം കേട്ടോ. നന്ദയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് അവളുടെ കവിളിൽ തഴുകി യാത്ര പറഞ്ഞ കാറിലേക്ക് കയറി. അവൻ്റെ കാർ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ നോക്കി നിന്നു. ഏടത്തി, എന്താ അമ്മി? ഏടത്തി ഫ്രീ ആണോ? എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയില്ലല്ലോ. എന്താ കാര്യം? എൻ്റെ കൂടെ ഒന്ന് ബുക്ക് സ്റ്റാൾ വരെ വരും. ഒരു ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയെ കൂടെ കണ്ടിട്ട് വരാം. അയ്യോ, എങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ദയവായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ശരി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വരാം, ദേവനോട് പറയട്ടെ. റെഡിയായിരുന്നു. അതും പറഞ്ഞ് നന്ദ മുകളിലേക്ക് പോയി ഫോൺ എടുത്ത് ആദ്യം വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ അവൻ ഫോൺ എടുത്തു. എന്താ ദേവ, എന്നെ മിസ് ചെയ്തോ? അയ്യടാ, ആര് മിസ് ചെയ്തു? നന്ദ കുറുമ്പോടെ പറഞ്ഞു. മിസ് ചെയ്തില്ലേ? പിന്നെ എന്തിനാടി വിളിച്ചേ? അത് ദേവേട്ട, ആമിക്ക് ബുക്ക് സ്റ്റാളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനും കൂടി പോയിക്കോട്ടെ, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും മാത്രം? ആ സൂക്ഷിച്ചു പോണേ, ഫോൺ കൈ തന്നെ വെച്ചേക്കണം. ഓ ശരി. എന്താടി ഒരു പുച്ഛം? ഒന്നുമില്ലേ? ഒന്നുമില്ലേ? പ്രത്യേക സ്വരത്തിൽ ആദ്യം ചോദിച്ചു. ഈ ദേവേട്ട്, ഞാൻ വെക്കുവാ. വെച്ചോ ഹോസ്പിറ്റലിൽ എന്നെ വിളിക്കേ. ശരി ദേവേട്ട, ബൈ. അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി ആമിയെ കൂട്ടി ഇറങ്ങി. സ്കൂട്ടിലായിരുന്നു യാത്ര. ആദ്യം ബുക്ക് സ്റ്റാളിൽ പോയി ആമി ബുക്സ് വാങ്ങി. എഴുതി ഞാൻ ATM കയറിയിട്ട് വരാമേ. ആ റോഡ് ക്രോസ് ചെയ്ത് ആമി ATM പോയി ക്യാഷ് എടുത്ത് തിരിച്ചു വരാൻ നേരം ഒരു വണ്ടി അവിടെ നേരെ പാഞ്ഞെടുത്തു.
പെട്ടെന്ന് പേടിച്ചു പോയ ആമി പിന്നോട്ടാഞ്ഞു. പുറകിൽ കിടന്ന കല്ലിൽ തട്ടി റോഡിലേക്ക് വീണു. ആമി! നന്ദ ഓടി അവിടെ അടുക്കിലെത്തി. അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ കൂടി. കൈമുട്ട് ചെറുതായി മുറുകി. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നന്ദ ആകുലതയോടെ അവിടെ കൈ പിടിച്ച് നോക്കി. എൻ്റെ അടുത്തി ചെറിയ മുറിവേ പറ്റിയിട്ടുള്ളൂ. വാ, ഹോസ്പിറ്റലിൽ പോവാം. കൂട്ടം കൂടി ഒരാൾ ഒരു ഓട്ടോ വിളിച്ചു കൊടുത്തു. ഓട്ടോയിൽ കയറിയതും നന്ദ ആദ്യം വിളിച്ച് കാര്യം പറഞ്ഞു. ഹോസ്പിറ്റലിന് മുമ്പിലായി തന്നെ ആദ്യം ഉണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്ന് അവർ ഇറങ്ങിയതും അവൻ പാഞ്ഞവരുടെ അടുക്കിലെത്തി. എന്താ ആമി ഇത്? വണ്ടി നോക്കി ക്രോസ് ചെയ്തൂടെ? അവളുടെ കയ്യിൽ പിടിച്ച് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഓഹ്, ആദ്യമായിട്ട് വണ്ടിയൊന്നും ഇടിച്ചില്ലല്ലോ, ചെറിയൊരു മുറിവ് പറ്റിയുള്ളൂ. വാ. അവൻ അവൾ കൂടി കാഷ്വാലിറ്റിയിലേക്ക് പോയി. മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. ശേഷം രാധയെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം അവർ കൈലാസം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും എല്ലാവരുടെയും വക കുറേ ഉപദേശങ്ങൾ ആമിക്ക് കിട്ടി. അവളതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞു. റൂമിലെത്തിയതും ഫോൺ റിങ് ചെയ്യുന്ന കേട്ടത് വൈഷ്ണവി കോൾ എടുത്തു. ആമിക്ക് എന്ത് പറ്റിയതാ വൈഷ്ണവി? മറുപുറത്തൊന്നും പത്മിനി ചോദിച്ചു. വണ്ടി ഇടിക്കേണ്ടതായിരുന്നു, ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല, ചെറിയ പരിക്കേ ഉള്ളൂ. ഇന്നലെ ആ ജോത്സ്യം പറഞ്ഞെല്ലാം ശരിയാവുകയാണല്ലേ? ആ ജാതകദോഷക്കാരുടെ കൂടെയല്ലേ പോയത്? രക്ഷപ്പെട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യം. വൈഷ്ണവി അതിനൊന്നും മൂളി. നീ ദേവനന്ദയുടെ വ്രതത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറയാം. ആദ്യം സമ്മതിക്കില്ല, അതാ പ്രശ്നം. അവളെ കൊണ്ട് അവനോട് പറയിപ്പിച്ചാൽ മതി. പെട്ടെന്ന് അതിന്റെ കാര്യത്തിൽ തീരുമാനാക്കണം. ഇപ്പൊ ആമി, ഇനി ആരൊക്കെയാണെന്ന് ആർക്കറിയാം? പത്മിനി എരിതിയിൽ എണ്ണൊഴിച്ചു കൊടുത്തു. അവരുടെ വാക്കുകളിൽ വൈഷ്ണവി നീറിപ്പുകഞ്ഞു. നന്ദ അവിടെ നിന്നേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ജഗ്ഗിൽ വെള്ളമെടുത്ത് റൂമിലേക്ക് വന്ന് നന്ദയോട് വൈഷ്ണവി പറഞ്ഞു. അത് കേട്ടതും നന്ദ അവിടെ തന്നെ നിന്നു. വാ. വൈഷ്ണവി അവൾ കൂട്ടി ഗാർഡൻ ഏരിയയിലേക്ക് പോയി. അവിടെയായുള്ള ബെഞ്ചിൽ അവിടെ ഇരുന്നു. നന്ദയോട് ഇരിക്കാൻ കണ്ണു കാണിച്ചു. നന്ദ ബെഞ്ചിന്റെ അറ്റത്തായിരുന്നു. നന്ദക്കറിയാലോ, എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമത്തിൽ ഞാൻ കുറേ കാലം ജീവിച്ചു. ആദ്യം വന്നതിൽ പിന്നെ ഞാൻ പിന്നീടൊന്ന് സന്തോഷിച്ചത്. ആദ്യം എൻ്റെ വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും എനിക്ക് സ്വന്തം മോൻ തന്നെയാണ്. ഏടത്തെയാണ് പ്രസവിച്ചെങ്കിലും അവന് നോക്കിയതെല്ലാം ഞാനാ. എൻ്റെ കൈകളിലാണ് അവൻ വളർന്നു വീണത്. അവൻ ഇത്രയും വളർത്തി വലുതാക്കിയ ഞാനാ. അവൻ്റെ ജീവന് ആപത്ത് വരുന്ന കാര്യം എനിക്ക് സഹിക്കാവുന്നതിലപ്പുറം. അതിനിപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവാതെ നന്ദ വൈഷ്ണവിയെ നോക്കി. ഏതൊരമ്മയും സ്വന്തം മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരായിരിക്കും. അവൻ്റെ സന്തോഷം തന്നെയാണ് എനിക്കും വലുത്. പക്ഷെ അവനെ കൈവിട്ടുകളയാൻ എൻ്റെ അമ്മ മനസ്സ് അനുവദിക്കുന്നില്ല. ഒരു തേങ്ങ അവരിൽ നിന്ന് ഉയർന്നു. അമ്മേ, ഇപ്പം എന്തു പറ്റി? നന്ദ വിഷമത്തോടെ ചോദിച്ചു. നന്ദക്കറിയാമോ, ആദ്യക്ക് ഇതുവരെ ഒരു ആക്സിഡന്റ് പോലും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്കും നന്നായിട്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നു. പക്ഷെ നീ ഇവിടെ കയറിയതിൻ്റെ അന്ന് തന്നെ എൻ്റെ മോന് ആക്സിഡന്റ് സംഭവിച്ചു. നന്ദ ഞെട്ടലോടെ അവരെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതക ഒരു ജോത്സ്യനെ കൊണ്ട് നോക്കിപ്പിച്ചു. നിന്റെ ജാതകത്തിൽ കുറച്ച് ദോഷങ്ങളുണ്ട്. അത് കേട്ടതും നന്ദയുടെ ഹൃദയം ഒരു വേള നിശ്ചലമായി. എന്ത് ദോഷം? വൈദവ്യദോഷം. നന്ദ കണ്ണുകൾ മുറുകെ അടച്ചു. അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ മിഴിനീര് ഒഴുകിയിറങ്ങി. പരിഹാരമായിട്ട് 6 മാസം കഠിന വ്രതാണ് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊരിക്കലും ശാശ്വതമല്ല. ഞാൻ എൻ്റെ മോന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുക. നീ അവനെ വിട്ടു പോകണം. നന്ദയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കിയ വേദന കിരിഞ്ഞിറങ്ങി. ഹൃദയം വേദനയാൽ പിടഞ്ഞു. മനസ്സ് അലമുറയിട്ട് കരഞ്ഞു. കൈകൾ അവളുടെ താഴിൽ മുറുകി. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിന്റെ കൈകളിലാണ്. ഞാൻ നിന്റെ കാലു പിടിക്കാം. പെട്ടെന്ന് അവൾ കുനിയാൻ പോയതും നന്ദവളും ചാടി എഴുന്നേറ്റു. അമ്മ വിഷമിക്കണ്ട, ഞാൻ പോയിക്കോളാം. വിക്കി വിക്കി അവൾ പറഞ്ഞു. ഈ കാര്യം ഒരിക്കലും ആദ്യം അറിയരുത്. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. വേച്ച് അവൾ റൂമിലേക്ക് പോയി. അവളുടെ തകർന്ന പോക്ക് നോക്കുന്ന വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞു. റൂമിലേക്ക് കയറി അവൾ ആദ്യം തിരഞ്ഞു. അവിടെയും അവനെ കാണാഞ്ഞത് അവൾക്ക് ആശ്വാസമായി. അവൾ ബാത്റൂമിലേക്ക് കയറി ഷവറിന്റെ കീഴിൽ നിന്ന് ഭിത്തിയിലേക്ക് ചാരി പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാത്രം എന്താ ഭഗവാൻ ഇങ്ങനെ? ദേവേട്ടിനെ വിട്ട് പോയതിനെ കൊണ്ട് സാധിക്കും? ഇല്ല, കുറച്ച് ദിവസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞെങ്കിലും ആ മനുഷ്യനില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവില്ല. ഞാൻ എന്ത് ചെയ്യണം? ആർക്കും പാരാവാതെ എന്നെ അങ്ങ് വിളിച്ചൂടെ ഭഗവാനെ? അവൾ നിലത്തേക്ക് ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ആദ്യ റൂമിലേക്ക് വന്ന് നന്ദയെ അവിടെയെല്ലാം നോക്കി. ബാത്റൂമിൽ ലൈറ്റ് എടുക്കുന്നുണ്ടതും അവൻ ബെഡിലേക്ക് ഇരുന്നു. കയ്യിലിരുന്ന ലാപ്ടോപ്പ് ഓണാക്കി ഇമ്പോർട്ടൻ്റ് മെയിൽസൊക്കെ നോക്കി. ഏറെ നേരമായിട്ട് അവൾ ഇറങ്ങാത്ത കണ്ട് അവൻ്റെ നെറ്റിയിൽ സുളി വീണു. ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത ടേബിളിലേക്ക് വെച്ച് പോയി ഡോറിലായി മുട്ടി. ദേവാ, ദേവാ. കഥകിൽ തട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് പ്രതികരണമൊന്നുമില്ലായിരുന്നു. ദേവാ, ഓപ്പൺ ദി ഡോർ, ദേവാ. അവൻ ഹാൻഡിൽ ലോക്ക് പിടിച്ച് തിരിച്ച് അത് തുറന്നു. അവിടെ ഷവറിന്റെ കീഴിൽ ബോധരഹിതയായി കിടക്കുന്ന അന്തയെ കണ്ടതും അവൻ തറഞ്ഞു നിന്നു. ദേവാ, മോളെ. അവൻ പോയി ഷവർ ഓഫ് ചെയ്ത് മുട്ടുകുത്തിയിരുന്ന് അവളുടെ തല വലതുകയാൽ താങ്ങി മടിയിലേക്ക് വെച്ച്. ദേവാ. അവൻ അവൾ വിളിച്ചുകൊണ്ടിരുന്നു. ഒരു കയ്യാലെ അവൻ അവളെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നു ബെഡിലേക്ക് കിടത്തി. അവളുടെ വിറക്കുന്ന ശരീരം കണ്ടത് അവൻ റിമോട്ട് എടുത്ത് AC ഓഫ് ചെയ്തു. ഓഹ് ഷിറ്റ്. പ്ലാസ്റ്റിക് കെട്ടിയ കൈ നോക്കി അവൻ അലറി. ഫോൺ എടുത്ത് ആമിയുടെ നമ്പർ ചെയ്ത് റൂമിലേക്ക് വരാൻ പറഞ്ഞു. എന്താ ചേട്ടാ?
റൂമിലേക്ക് കയറുമെന്ന് അഭിരാമി ചോദിച്ചു. ഒരു കയ്യാൽ അവളുടെ തല തൂർത്തി കൊടുക്കായിരുന്നു ആദ്യപ്പോൾ. ആമി ഇങ്ങ് വന്നേ. അയ്യോ എടുത്തേക്ക് എന്ത് പറ്റി? കട്ടിൽ വിറച്ചെടുക്കുന്ന നന്ദയെ നോക്കി ആമി ആകുലതയോട് ചോദിച്ചു. പനിയ, നീ ഇവിടെ ഡ്രസ്സൊന്ന് മാറ്റി കൊടുക്കൂ, എനിക്കൊരു കൈവച്ച് പറ്റില്ല. ഞാൻ ചെയ്യാൻ ദേവേട്ട. ആദ്യം വാർഡ്രോബിൽ നിന്ന് നന്ദയുടെ ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവൻ ഫോണെടുത്ത് ഡോക്ടറെ വിളിച്ചു. നിമിഷങ്ങൾക്കകം തന്നെ ഒരു ഡോക്ടർ വന്ന് നന്ദയെ പരിശോധിച്ച് ഇഞ്ചക്ഷൻ നൽകി. ഇഞ്ചക്ഷൻ എടുത്ത് നന്ദ കഴിക്കാനുള്ള മരുന്ന് നൽകി അയാൾ തിരിച്ചുപോയി. പെട്ടെന്ന് എന്തു പറ്റി? മോൾക്ക് പനി വരാൻ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ബെഡിൽ കിടന്ന് നന്ദയുടെ തലയിലായി തലോടി മുത്തശ്ശി ചോദിച്ചു. അവൾ തണുപ്പുള്ള വല്ലതും കഴിച്ചു കാണും, വൈഷ്ണവി പറഞ്ഞു. എല്ലാവരും നന്ദയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. ആദി, ഞാൻ ഈ നന്ദയുടെ കൂടെ കിടക്കാം, വൈഷ്ണവി പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ കിടന്നോളാം. നിനക്ക് കൈവയ്യാത്തല്ല ആദി, മോൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. വൈഷ്ണവി പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ഇറങ്ങിയത് അവൻ ഡോറ് ലോക്കാക്കി ബെഡിലേക്ക് കിടന്നു അവൾ നെഞ്ചിലേക്ക് കിടത്തി പൊതിഞ്ഞ് പിടിച്ച് നെറ്റിയിൽ തൊട്ട് നോക്കി. ചെറുതായി ചൂട് കുറഞ്ഞിട്ടുണ്ട്. എന്താ മോളെ നീ കാണിച്ചത്? ഷവറിന്റെ കീഴിൽ അത്ര നേരം നിന്നെന്തിനാ? എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും വിഷമമുണ്ടോ? അവളുടെ നെറ്റിയിലാണ് മൃദുവായി ചുംബിച്ചു. അവളെ ചേർത്ത് പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു. ദേവേട്ട, ഉറക്കത്തിലായിരുന്ന ആദ്യം അവളുടെ ചെറു ശബ്ദം കേട്ട് കണ്ണു തുറന്നു. എന്താടാ, എന്താ? എന്നെ വിട്ടു പോകല്, എനിക്കിഷ്ടം ദേവേട്ട. ഞാൻ മോളെ എന്താടാ? അവൾ എന്തിനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. എന്നെ വിട്ടു പോകല്. ഇല്ലടാ, പോവില്ല. എൻ്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ എവിടെ പോകാനാ? ഇവിടെ ഉണ്ട്, ഉറങ്ങിക്കോ. അവളെ തട്ടി ഉറക്കിയവൻ. ദേവക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ഡിന്നർ കഴിച്ചു കഴിഞ്ഞവരെ കുഴപ്പമില്ലായിരുന്നു, എന്തോ പേടി മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അവളുടെ പിറുപിറുക്കൽ പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. ഞാനിവിടെ ഉണ്ടാണ്. അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചവൻ കിടന്നു. തലയിൽ ശക്തമായ വേദന കൊണ്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ബ്ലാങ്കറ്റ് മാറ്റിയവൾ ഹെഡ്രസ്സിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ മുറുകെ അടച്ച് നെറ്റിയിൽ കൈത്തിരുമ്മിയിരുന്നു. അവളുടെ ഓർമ്മയിലേക്ക് ഇന്നലത്തെ ഓരോ സംഭവങ്ങൾ കടന്നു വന്നു. ഓരോന്ന് ഓർക്കുന്തോറും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ബാത്റൂമിലായ താനിങ്ങനെ വിടെത്തി. ദേവേട്ടൻ, ദേവേട്ടൻ എവിടെ? അവൾ കണ്ണുകൾ തുറന്ന് റൂമാകെ നോക്കി. അവൻ അവിടെയും കണ്ടില്ല. എനിക്ക് കഴിയില്ലല്ലോ ഭഗവാനെ എൻ്റെ ദേവേട്ടനെ ഉപേക്ഷിക്കാൻ. പക്ഷെ ഞാൻ കൂടെ ഉണ്ടായ ദേവേട്ടൻ തന്നെയല്ലേ ദോഷം? എന്ത് ചെയ്യണം? അവളുടെ മനസ്സിൽ ചിന്തകൾ കുമിഞ്ഞുകൂടി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ സ്റ്റെപ്പ് വെച്ചത് ഒരു തളർച്ച തോന്നി. ടേബിളായി ഒന്ന് താങ്ങിന്ന് ഓക്കെ ആയതിനു ശേഷം അവൾ ബാത്റൂമിലേക്ക് നടന്നു. ദേവാ, പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള ശബ്ദത്തിൽ അവൾ തറഞ്ഞു നിന്നു. ദേവാ, എന്താ ദേവേട്ടാ? അവൾ തിരിഞ്ഞെന്ന് ചോദിച്ചു. അവൻ കയ്യിലായിരുന്ന കപ്പ് ടേബിളിലേക്ക് വെച്ച് അവളുടെ അടുക്കിലേക്ക് ചൂടുകൾ വെച്ച്. എൻ്റെ മുഖം കണ്ട ദേവേട്ടനെല്ലാം മനസ്സിലാവും, പാടില്ല. ഞാനിപ്പോൾ വരാം ദേവേട്ട. അതും പറഞ്ഞ് ബാത്റൂം ഡോർ തുറന്ന് കയറാൻ പോയതും അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. അവൻ്റെ മിഴികൾ അവളുടെ കരഞ്ഞു വീർത്ത കൺപോളകളിൽ പതിഞ്ഞു. എന്തിനാ കരഞ്ഞേ? അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. ഞാനോ? കരഞ്ഞില്ലല്ലോ. അവനവളുടെ പിടയുന്ന മിഴികൾ തന്നെ നോക്കി നിന്നു. കരഞ്ഞില്ലേ? അവളില്ലെന്ന് തലയാട്ടി. ഇല്ലേ? ഇല്ല. അവൾ അവനിൽ നിന്ന് മുഖം മാറ്റി പറഞ്ഞു. കള്ളം പറഞ്ഞാലുള്ള ശിക്ഷ അറിയില്ലേ? അവൻ ചോദിച്ചു. നന്ദയുടെ മനസ്സിലേക്ക് അവൻ്റെ ശിക്ഷാരീതി ഓർമ്മ വന്നു. പെട്ടെന്ന് അവൾ ചുണ്ട് പൊതിഞ്ഞു വെച്ച്. ആഹാ, അപ്പൊ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണ് അല്ലേ? അവൾ മറുപടി അറിയാതെ തലകുനിച്ചു. അവനവളുടെ കൈകൾ എടുത്തു മാറ്റി താടി ഉയർത്തി. പറ, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ വിഷമം? എന്ത് പറയും ഞാൻ? അവൾ ഒരു നിമിഷം ആലോചിച്ച്. അത് അച്ഛനെ ഓർത്തതാണ്. അച്ഛനെന്താ? അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ വീട്ടിൽ, അതോർത്തപ്പോൾ ഒരു പേടി. അത് പറഞ്ഞു കഴിഞ്ഞത് അവൻ്റെ പല്ലുകൾ അവളുടെ കീഴ്ചുണ്ടിൽ അമർന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പല്ലുകൾ അടർത്തി മാറ്റിയവൻ അവളുടെ ചുണ്ടിനെ നാവ് കൊണ്ട് തഴി. അവളുടെ കൈകൾ അവൻ്റെ തോളിൽ പിടിമുറുക്കി. ഒന്നും കൂടി അവളുടെ തോളിൽ പല്ലുകൾ അമർത്തിയവൻ വിട്ടു. അവൾ എരിവ് വലിച്ചുപോയി. ഒരു കൈ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയവൻ അവളിലേക്ക് അമർന്നു നിന്നു. കള്ളമാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി, അതിനാ ഈ ശിക്ഷ. അവളുടെ ചുണ്ടിൽ പറ്റി രക്തത്തുള്ളിയെ കൈകളാൽ തട്ടിത്തെറിപ്പിച്ചവൻ പറഞ്ഞു. പെട്ടെന്ന് ആ ഡോറൊന്ന് വൈഷ്ണവി അകത്തേക്ക് വന്നു. ദേഷ്യം വന്ന് ആദ്യം തിരിഞ്ഞു നോക്കിയതും അമ്മയെ കണ്ടും തണുത്തു. ഞാൻ നന്ദയ്ക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ. അവൾ എണീറ്റതേ ഉള്ളൂ അമ്മ. പിന്നിലായി നിന്ന് അവളെ മുന്നിലേക്ക് നിർത്തി ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു. വൈഷ്ണവി ദേഷ്യത്തോടെ നന്ദയെ നോക്കി. അവരുടെ നോട്ടം നേരിടാനാവാതെ അവൾ തലഴ്ത്തി. ആദ്യം സംശയത്തോടെ രണ്ടുപേരെയും നോക്കി. ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയതും ബെഡിലിരിക്കുന്ന ആദ്യമാണ് നന്ദ കാണുന്നത്. അവനടുത്തേക്ക് വരാൻ കണ്ണു കാണിച്ചു. അവൾ എന്ത് ചെയ്യണമെന്നൊരു നിമിഷം ആലോചിച്ചു. പിന്നെ രണ്ടു കൽപ്പിച്ച് അവനടുത്തേക്ക് നടന്നു. അവൻ അവളെ പിടിച്ച് ബെഡിലായി ഇരുത്തി. പറമോളെ, എന്താ എൻ്റെ പ്രശ്നം? അവിടെ താടിൽ പിടിച്ച് മുഖമുയർത്തി അവൻ ചോദിച്ചു. ഒന്നുമില്ല ദേവേട്ട. സത്യമായിട്ടും?
അവൾ തലകുനിച്ച് മൂളി. ദേവാ ലുക്ക് അറ്റ് മൈ ഐസ്. എന്നിട്ട് അവൾ തലവുയർത്തില്ല. ദേവാ. അവൻ ശാസനം തന്നെ സ്വരത്തിൽ വിളിച്ച് അവൾ മുഖമുയർത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് അവനൊന്ന് കണ്ണടച്ചോറും ദേഷ്യം നിയന്ത്രിച്ചു. ആൻസർ മീ, വാട്ട്സ് യുവർ പ്രോബ്ലം? ഒന്നുമില്ല. കള്ളം പറയില്ലേ ദേവാ. അവൻ്റെ ശബ്ദം ഉയർന്നു. എന്നിട്ട് അവൾ മൗനം പാലിച്ചു. ഓക്കെ ശരി, ലീവ് ഇറ്റ്. ഈ കോഫി കുടിക്കും, ഞാനിപ്പോൾ വരാം. തല കുനിഞ്ഞിരിക്കുന്ന അവളുടെ നേരെ കപ്പ് കിട്ടി അവൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. അവൻ പോയതും അവൾ പിടിച്ചു വെച്ച കണ്ണീർ പുറത്തേക്ക് ഒഴുകി. പൊട്ടിക്കരഞ്ഞ അവൾ ബെഡിലേക്ക് വീണു. നന്ദ! രൂക്ഷമായ സ്വരത്തിലുള്ള ശബ്ദം കേട്ടു നന്ദ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ദേഷ്യത്തോടെ നിൽക്കുന്ന വൈഷ്ണവെ കണ്ടതും അവൾ പേടിച്ചു പോയി. നീ ആദ്യോട് വല്ലതും പറഞ്ഞോ? ഇല്ല. പറയാൻ പാടില്ല ആരോടും, മനസ്സിലായല്ലോ? എപ്പോൾ ഇറങ്ങി വിടുന്നു? അവർ കൈകൾ കെട്ടിന്ന് ചോദിച്ചു. അത് എന്തേ, ഇവിടുത്തെ സുഖജീവിതം അങ്ങ് പിടിച്ചു പോയോ? അവരുടെ സ്വരത്തിൽ പുച്ഛം കലർന്നു. പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം. താക്കീതോടെ പറഞ്ഞു പോകുന്ന അവരെ നോക്കിയൊക്കെ അവിടെ മിഴിനീർ നിറഞ്ഞു. ഒരു പുച്ഛം വിരിഞ്ഞ ചിരി അവിടെ ചുണ്ടിൽ മുട്ടിയിട്ടു. മരുമകൾ ഒരിക്കലും മകളാവില്ല. ഞാൻ മണ്ടി. അവർ സ്നേഹം കാണിച്ചപ്പോൾ കളങ്കില്ലാത്താണെന്ന് കരുതി. പോകണം, ഇവിടുന്ന് പോകണം. ആർക്കും ശല്യമാവാൻ പാടില്ല. ദേവേട്ടൻ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ. മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചു.